ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞോളൂ. പാസ്റ്റർ, എൻ്റെ പേര് തുളസി എന്നാണ്. ഞാൻ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്ന ആളാ. ആ ഇപ്പൊ എൻ്റെ വീട്ടിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ പെന്തിക്കോസ് വന്നതോടുകൂടി ആ അപ്പൊ ഒരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ? സംശയം അത് നിർവാഹമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വരിക, എന്നാലും ഇരിക്കുക. ഒരു കുറച്ച് ഒരു എമർജൻസി സംശയമാണ്. ഒരു വീട്ടുകാരൊക്കെ ചോദിച്ചു കുറച്ച് അതിനെ പറ്റി ഒരു സംശയം വലിയതായിരുന്നു. ആ ഈ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിലെ ദൈവം? പഴയ നിയമത്തിലെ ദൈവമാണ് യേശുക്രിസ്തു, യഹോവ ഒന്നാണോ എന്നല്ലേ താങ്കൾ ചോദിക്കുന്നത്? അതായത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നു, അതായത് യഹോവയുടെ കൂടെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് വെച്ചു. യഹോവ ആരാ? പഴയ നിയമത്തിലെ ദൈവം. യേശുക്രിസ്തു ദൈവം പുതിയ നിയമത്തിലെ ദൈവം. താങ്കൾ ആരെ അംഗീകരിക്കുന്നത്? അത് സംശയമുള്ളതുകൊണ്ടാണ് പാസ്റ്റർ ഞാൻ ചോദിച്ചത്. അല്ല, താങ്കൾ എവിടെയാ വിശ്വാസത്തിൽ ഞാൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പുതിയ അവിടെ ഒരാളെ പരിചയപ്പെട്ട ആ പള്ളി പോയെന്നേ ഉള്ളൂ. അതെവിടെയാ? ആ പള്ളി എവിടെയാ? ആറ്റിങ്ങൽ. ചോദിച്ചാൽ മതിയല്ലോ. പക്ഷെ അവർക്ക് അത്ര ഇതിനെപ്പറ്റിയൊന്നും വലിയായിട്ട് ഒരു ഇങ്ങനെ ചോദ്യങ്ങളൊന്നും അവർ പറയുന്നില്ല. അവരെന്നെ പറഞ്ഞ ആരാധനയ്ക്കൊന്ന് ഇരിക്കാനാണ് പറയുന്നത്. നമ്മളിപ്പോ പഴയ നിയമത്തിലല്ലല്ലോ. അല്ല, അവര് ചോദിച്ചു, എന്റെ വീട്ടുകാർ ചോദിച്ചു. നമ്മുടെ വീട്ടുകാർ കുറച്ച് ബൈബിൾ അറിയാവുന്നവരാണ്. അപ്പൊ എന്റെ കസനൊക്കെ അവർക്ക് അറിയാം, വായിച്ചിട്ടുണ്ട് അവർ. അപ്പൊ ഞാൻ ഈ പെന്തിക്കോസ് വന്നപ്പോൾ അവര് ചോദിച്ചതാണ്, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിലെ ദൈവം തന്നെ? ഈ ദൈവം എന്ന് പറയുന്ന ആരാ? അതാണ് ഞാൻ ചോദിച്ചത്. യഹോവയാണ്. അല്ല, ഈ ദൈവം എന്ന് പറയുമ്പോഴേ ആരായിരിക്കും? ദൈവത്തിന് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കാണുമല്ലോ. അത് പറഞ്ഞു. അല്ല, അതാ ചോദിച്ചത്. പാസ്റ്റർ അറിഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റൂ. ഞാൻ പാസ്റ്റർ ആണെന്നും എന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് ആരാ തന്നെ? ഞാൻ ഗൂഗിളിൽ കണ്ടതാ. എവിടെ? ഗൂഗിളിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അടിച്ചു നോക്കിയാ കിട്ടിയ. അപ്പൊ അതാ ചോദിച്ചത്, പഴയ നിയമത്തിൽ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിൽ ദൈവം ഒന്നും? അതാണ് ചോദിച്ചത് പാസ്റ്റർ. അത് തന്നെ ഞാൻ ചോദിച്ചത്. ഈ ദൈവം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? യേശുക്രിസ്തുവിനെ. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങള് ഈ വീട്ടുകാർക്ക് സംശയമുണ്ട്, ആ സംശയമുണ്ട്, ഈ സംശയമുണ്ട് എന്തൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഗ്ലോറിയസുകാരുടെ ഉപദേശം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. ഗ്ലോറിയസ്? അതാരാ ഗ്ലോറിയസ്? നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ പഴയ നിയമത്തിലെ യഹോവ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് യാഗങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് മൃഗബലി ചെയ്തു? എന്റെ യേശുക്രിസ്തു ആണ് ഏറ്റവും വലിയ ബലിയായിട്ട് മാറിയത്. യേശുക്രിസ്തു മനുഷ്യന് വേണ്ടിയിട്ട്. അല്ല, അതാണ് അപ്പൊ അതാണ് പറഞ്ഞോളൂ. പഴയ നിയമത്തിലെ ഈ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ദൈവം ഒന്ന് തന്നെയാണോ? ദൈവ സമയത്തിനും കാലത്തിനും അതീതനാണല്ലോ ദൈവം. പിന്നെ ദൈവത്തിന് സമയം ഇങ്ങനെ ഈ വലിയ നിയമം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാ ചോദിച്ചത്. നിങ്ങളുടെ കൺസെപ്റ്റ് എന്റെ ദൈവത്തിലെ കൺസെപ്റ്റ് സമാധാനത്തിലുള്ള ദൈവമാണ്, നന്മയിൽ മാത്രമുള്ള ഉള്ള ദൈവം, സ്നേഹസ്വരൂപനാണ്. അതെ, സ്നേഹസ്വരൂപനാണ്, അത്രേ ഉള്ളൂ. അപ്പം ഈ ദൈവത്തിന്റെ മക്കള് തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിന് പണിഷ്മെന്റ് ഉണ്ടോ? അത് എന്താ പുറത്തു കൊടുക്കുകയല്ലേ ദൈവം ചെയ്യേണ്ടത്? പുറത്തു കൊടുക്കുക വേണ്ടിയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗവും നരകവും? സ്വർഗവും നരകമൊക്കെ ദൈവം തീരുമാനിക്കുന്നല്ലേ? അല്ല, പറ്റത്തില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ കേട്ടല്ലേ. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ 2 കള്ളന്മാരുണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ആളിനെ പറഞ്ഞു, നീ എന്റെ കൂടെ പരദീസയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു.
അപ്പൊ പക്ഷെ അതോ അപ്പൊ യേശു അപ്പൊ അങ്ങനെ അദ്ദേഹം സ്നാനം യേശുക്രിസ്തുവും സ്നാനം സ്നേഹ ഏറ്റിട്ടില്ല. അത് സ്നേഹസ്വരൂപനും ഇതൊക്കെ ആയിട്ട് ആ പുള്ളിയും കൂടെ മറ്റേ പുള്ളിയും കൂടെ പർദീസെ കൊണ്ടുകൊണ്ടാക്കാം. അല്ല, അതാണ് പറഞ്ഞത്. അത് വിശ്വസിച്ചുകൊണ്ടല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നും നോക്കിയില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു അപ്പോഴെ തന്നെ നീ ഇന്ന് എന്റെ കൂടെ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു പറഞ്ഞില്ലേ. അപ്പൊ വിശ്വസിക്കാത്തവരപ്പൊ എന്ത് ചെയ്യും? വിശ്വസിക്കാത്തവരെ പറ്റി പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കാത്തവരെന്ത് ചെയ്യും? നരകത്തി വലിച്ചെറി. അപ്പൊ നിങ്ങൾ പറഞ്ഞ ദൈവം അപ്പൊ ശരിയാവത്തില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ദൈവം സമാധാനത്തിന്റെ ദൈവവും പിന്നെ പിന്നെന്തുവാ അങ്ങനെ ആനന്ദത്തിന്റെ ദൈവം അങ്ങനെ വിശ്വസിക്കാത്തവരെ അവര് വിശ്വസിച്ചില്ലെന്നുള്ള പേരിൽ പിടിച്ച് നരകത്തെ വലിച്ചെറിയുന്ന ദൈവം അപ്പൊ ശരിയാവും. നിത്യ നരകത്തി, അതായത് പഴയ നിയമത്തിൽ നമ്മളെ ഇതിനകത്തുണ്ടല്ലോ, ഈ സംഖ്യാപുസ്തകം 16:35 എന്താ, ഒരു സാപത്തിലെ തെറ്റിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്യും? അവരെ ചുള്ളി ഈ വിറക് പഠിക്കാൻ വേണ്ടി കൊല്ലുന്നുണ്ട്. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ആ അപ്പൊ ദൈവം എന്ന് പറയുന്ന ആള് ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ സമാധാനവും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം നിസാര കാര്യത്തിനൊന്നും കൊല്ലേണ്ട കാര്യമില്ല. നിസാര കാര്യത്തിനൊന്നും കൊല്ലേണ്ട കാര്യമില്ല. ഇത് നിസാര കാര്യത്തിനൊക്കെ യഹോവ കൊല്ലുന്നുണ്ടല്ലോ. അല്ല, അത് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള ദൈവം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ദൈവമാണ്. ഇപ്പൊ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പം ആ കൂട്ടത്തില് നിന്ന് മറ്റേ കള്ളനെ പർദീസേക്കും. അതെ, എന്നാ ആ കള്ളനെയും കൂടെ എന്നാ ക്ഷമിച്ചാൽ കൊണ്ടുപോകാൻ. അപ്പൊ അതാണ് ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ യഹോവ ഇങ്ങനെ കൊന്നു അവരെന്റെ ചോദിച്ചു. ഇപ്പൊ ഈ ഒരു വിറക് യഹോവ മാത്രം പോട്ടെ, ഇപ്പൊ യേശുക്രിസ്തുവും കൂടെ വന്നിട്ട് ഇപ്പൊ ഈ ദേവാലയത്തിൽ വന്നിട്ട് ചാട്ടവാറെടുത്ത് അവിടെ വിൽക്കുന്നവരെയും ഇതിനെ ഒക്കെ ഓടിച്ചില്ലേ? അവരെയൊന്നും കൊന്നില്ലല്ലോ. അല്ല, കൊന്നല്ല, അത് ചാട്ടവാറെടുത്തല്ലോ. അവരെ കൊന്നില്ലല്ലോ. മറ്റേ ഇതിനകത്ത് ഇപ്പൊ സാപത്ത് തെറ്റിച്ചതിന്റെ പേരിൽ അവരെ കൊന്നു കളയാൻ പറയുന്നുണ്ട്, എറിഞ്ഞു കൊല്ലാൻ പറയുന്നുണ്ട് യഹോവ. അപ്പൊ എന്തിനാ ഈ കൊല്ലുന്നത്? പറഞ്ഞാ കേക്കാത്തതിന്. അപ്പൊ ദൈവം സമാധാനത്തിന്റെ ദൈവമല്ല. അപ്പൊ ഇത് നിയമം ഉണ്ടാക്കുന്ന ദൈവം തന്നെയാണ് മാറ്റം ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഈ അനീതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ ഇഷ്ടമല്ലേ. വേണേ കൊല്ലും, നശിപ്പിക്കും, വളർത്തും.